കോതമംഗലം ചേലാട് റോഡിന്റെ പണി ഇഴഞ്ഞു നീങ്ങിയിട്ടും അധികാരികളുടെ നിസ്സംഗത ഒരു ഇരയെ കൂടി സൃഷ്ടിക്കപ്പെട്ടു. റോഡിൽ അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രികൻ അരയ്ക്ക് താഴെ തളർന്ന് ആശുപത്രിയിലായിരിക്കുകയാണ്. വലിയ അപകട സാധ്യതയും മറ്റ് യാത്രാ ദുരിതങ്ങളും ഉണ്ടായിട്ടും പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിൽ പ്രതിഷേധവും ശക്തമാകുകയാണ്. എന്ന് തീരുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത വിധം കോതമംഗലം ചേലാട് റോഡിന്റെ നവീകരണ പ്രവർത്തികൾ അനന്തമായി നീളുകയാണ്. ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള പണികൾ വിവിധയിടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാവുന്ന സാഹചര്യം സൃഷ്ടിച്ചാണ് പ്രവർത്തികൾ നടക്കുന്നതെന്നാണ് ആക്ഷേപം. ഒടുവിലത്തെ ഇരയാണ് മാളിപ്പാറ നെല്ലിക്കുന്നേൽ എൽദോസിന്റെ മകൻ ആൽബി. ചേലാട് പള്ളിക്ക് സമീപം ബൈക്ക് അപകടത്തിൽപ്പെട്ട ആൽബി ഗുരുതര പരിക്കുമായി ആശുപത്രിയിലാണ്. റോഡ് പണി ആരംഭിച്ച ശേഷം ഒട്ടേറെ പേർ അപകടത്തിൽപ്പെട്ടെന്ന് നാട്ടുകാർ പറയുന്നു. പൊടിശല്യവും മറ്റൊരു പ്രശ്നമാണ്. ഒരു കെടുങ്കാര്യസ്ഥതയ്ക്കെതിരായിട്ട് പല തവണ ഇതിന്റെ അധികാരികളെ അറിയിച്ചിട്ടും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഈ അടുത്ത ദിവസം തന്നെ ഒരു ബൈക്ക് പറഞ്ഞ് നിലവിലെ ഒരു നടുവിലെ കംപ്ലൈൻറ്റ് തകരാറ് പറ്റിക്കൊണ്ട് വളരെ ഗുരുതരാവസ്ഥയിൽ ആ യാത്രക്കാരൻ ഹോസ്പിറ്റലിലാണ്. ഇവിടെ കോതമംഗലത്ത് നിന്ന് പോന്നു കഴിഞ്ഞാൽ പൊടിപടലം കാരണം അവിടെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത സാഹചര്യം. ഒരുപാട് സ്ത്രീ ജനങ്ങൾ, കുട്ടികൾ വണ്ടി ടൂ വീലറിൽ പോയി കഴിയുമ്പോൾ അതിൻ്റെ അപകടം ഉണ്ടായിക്കൊണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നു. ഒരു മുന്നിലൊരു വലിയ വണ്ടി പോയി കഴിഞ്ഞാൽ പുറയിൽ വന്നെ ടൂ വീലറിൽ പോണവർക്ക് കണ്ണ് കാണാൻ പാടാതെ മറിഞ്ഞ് ചാടിക്കൊണ്ട് എത്രയോ അപകടങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിനൊക്കെ ആര് സമാധാനം പറയും? അപ്പോൾ ഈ വളവിൽ തന്നെയാണെങ്കിലും കൊണ്ടുവന്ന് മിക്സിംഗ് മെഷീൻ വിട്ട് ആ മിക്സിംഗ് മെഷീൻ അവിടെ ഇട്ടതിൻ്റെ പേരിലാണ് ഇവിടെ ഈ ബൈക്ക് അപകടം ഉണ്ടായിരിക്കണേ. പെട്ടെന്നൊരു വണ്ടി വന്ന് കയറി കഴിയുമ്പോൾ ഈ മിക്സിംഗ് മെഷീൻ കാണാതെ ആ ലൈറ്റ് രാത്രിയാണ് ഈ അപകടം സംഭവിച്ചത്. ഒരു വർഷം മുമ്പാണ് ഇപ്പോഴത്തെ കരാറുകാരനെ പണി ഏൽപ്പിച്ചത്. നവംബറിൽ കരാർ കാലാവധി തീരുമെന്നാണ് ഉദ്യോഗസ്ഥർ മുമ്പ് പറഞ്ഞത്. ഡിസംബർ മാസം കഴിഞ്ഞാലും പണി പൂർത്തിയാകുമെന്ന് കരുതാനാവില്ല. ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ ഓരോരോ കാരണങ്ങൾ നിരത്തുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഇത് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ ഇത് അധികാരികൾ ഓരോരോ കാരണങ്ങൾ പറയുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ടാറിങ്ങിന്റെ വർക്കുകൾ പുരോഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിനകത്ത് ടാറിന്റെ ലഭ്യതയില്ല, കോൺട്രാക്ടർ മാറിപ്പോയി. ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അറിയണ്ട. കാരണം നികുതി പണം കൊടുത്ത് ഈ സർക്കാരിന് ചോദിക്കുന്ന നികുതി പണങ്ങളൊക്കെ യഥാവിധി കൊടുത്തുകൊണ്ട് ഇവിടുത്തെ സഞ്ചാര സ്വാതന്ത്ര്യം അതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ ഒന്നടങ്കം റോഡിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ്. ചേലാട്ടിലെ ബൈക്ക് അപകടത്തിൽ ആൽബിയുടെ നട്ടെല്ലിന് ക്ഷതമേറ്റിട്ടുണ്ട്. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ ഓപ്പറേഷനും ഏറെ നാളത്തെ മറ്റ് ചികിത്സകളും ആവശ്യമാണ്. ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് ആശുപത്രിയിൽ അടയ്ക്കേണ്ടത്. നിർധന കുടുംബാംഗമാണ് ആൽബി. ഇവരെ സഹായിക്കാൻ നാട്ടുകാർ ധനസമാഹരണം നടത്തി വരികയാണ്. KCV ന്യൂസ്, കോതമംഗലം.